ഹായ് ഫ്രണ്ട്സ്, റോയൽ നാഥ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബോട്ടുകാർ കൊണ്ടുവന്ന മീനാണ്. അത് എന്ത് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോട്ട് പോവാം. നമ്മുടെ ബോട്ടുകാർ കൊണ്ടുവന്ന മീനാണ്. അത് കഴുകിയാണ് പുറത്തോട്ട് ഇറക്കുന്നത്. ഉണ്ടോ, ബോട്ടുകാരെല്ലാവരും കിടപ്പുണ്ട്. എല്ലാ ബോട്ടും വന്നിട്ടില്ല, കുറേ ബോട്ട് വന്നിട്ടുള്ളൂ. കച്ചവടക്കാരും വന്നിട്ടുണ്ട്. ഈ മീൻ കഴുകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കഴുകേണ്ട കാരണം കാണിച്ചു തരാം. കണ്ട, ഇത് സ്റ്റോറിൻ്റെ അകത്താണ്. എന്ന് പറയുമ്പോൾ ബോട്ടിൽ സ്റ്റോറിൻ്റെ അകത്ത് മീൻ ഇരിക്കുന്നതാണ്. മീൻ ഇത് പൊട്ടിച്ചിട്ടില്ല, ഈ കിളി പൊട്ടിച്ചിട്ടില്ല, അത് ഐസ് ചെയ്ത് കിടക്കുകയാണ്. അതുപോലെ ഈ സ്റ്റോറിൻ്റെ അകത്ത് എല്ലാ മീനും ഐസ് ചെയ്ത് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഐസ് കഴുകി കളഞ്ഞിട്ടാണ് കച്ചവടക്കാർക്ക് മീൻ കൊടുക്കേണ്ടത്. കിളികളൊക്കെ ഇരിപ്പുണ്ട്, കിളിമീൻ ചെങ്കലവ ഇരിപ്പുണ്ട്. അത് നോക്കിയ പച്ചക്കറി ബോട്ടുകാർ കൊണ്ടുപോയത് അവർക്ക് കറിക്ക് വേണ്ടി അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കള്ളിയിലെ മീൻ പൊട്ടിച്ചതാണ്. ബാലൻസുള്ള മീൻ അപ്പോൾ നമ്മൾ ഇറക്കത്ത് കണ്ടില്ലായിരുന്നു നേരത്തെ കഴുകുന്നത്, അതിൻ്റെ ബാക്കിയുള്ള മീനാണ്. അപ്പോൾ ഈ കച്ചവടക്കാരുടെ ഒരു തീരുമാനം പോലെയാണ് നമ്മൾ കുറേശ്ശെ മീനുകൾ ഇറക്കി കൊടുക്കുന്നത്. ഈ കിളിയും കുറേശ്ശെ പൊട്ടിച്ച് അതിൻ്റെ മേളിലെല്ലാം ഐസ് കിടപ്പുണ്ട്. ഈ ഐസെല്ലാം കഴുകി കളഞ്ഞിട്ടേ കച്ചവടക്കാരെ എടുക്കത്തുള്ളൂ. മീൻ പിടിച്ച അതേ ഫ്രഷായിട്ട് തന്നെ ഐസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കരയ്ക്ക് കിട്ടുമ്പോഴും ആ ഫ്രഷായിട്ട് തന്നെ മീൻ കിട്ടും. ഇത്രയും വലിയൊരു ഐസ് കള്ളിയാണ് നമുക്കുള്ള സ്റ്റോറാണ് ഈ ബോട്ടിലുള്ളത്. ഇപ്പോഴത്തെ ബോട്ടിന് ഇതൊക്കെ വലുതായത് 3 അടുക്കായിട്ടാണ് വരുന്നത്. ഇപ്പോൾ 2 അടുക്കാണ്. ഈ ഇരിക്കുന്ന മീൻ എന്തുവാന്ന് അറിയാമോ? നമ്മുടെ കാരച്ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഓവി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇത് വേറെ ടൈപ്പ് ചെമ്മീൻ. ഇതൊക്കെ കൊടുക്കും. കുറച്ചൊക്കെ കറക്കിയും കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കറക്കി വെച്ചിരിക്കുന്ന മീനാണ്. ഇത് ഇറക്കാതെ വെച്ചിരിക്കുന്നത് ബോട്ടുകാർക്ക് കറക്കി വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് നാരൻ ചെമ്മീൻ കിടപ്പുണ്ട്. കണ്ടതാ, സ്റ്റോറിൽ നിന്ന് മീൻ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബോട്ടിൽ ചരക്കാണ്. അത് അവരും അവിടെ കഴുകി തരണം. എല്ലാ ബോട്ടുകാരും മീൻ കഴുകി തന്നെ ഇറക്കണം, അല്ലാതെ കച്ചവടക്കാർക്ക് പറ്റത്തില്ല. ഐസെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് തന്നെ മീൻ കൊടുക്കുന്നത്. കുറേ പൂവാലൻ ചെമ്മീൻ വന്നിട്ടുണ്ട്. പൂവാലൻ ചെമ്മീനും ബോട്ടുകാരുടെ തന്നെയാണ് ഇട്ടത്. അങ്ങനെ കുറച്ച് മീനും കൂടെ ഉണ്ട്. അതും ഇവിടെ ഹാർബറിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തൂക്കച്ചരക്കാട്ട് പോകുന്നതാണ്, തൂക്കിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം വിലയുണ്ട്. വിലയൊന്നും ഞാൻ കറക്റ്റായിട്ട് തിരക്കിയില്ല. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വില തിരക്കിയിട്ട് ഇതിനകത്ത് ഞാൻ പറയാം. കണവ കണ്ടോ? കണവ നല്ല രീതിയിൽ കണവുണ്ട്. പേക്കണവയാണ്. എല്ലാം ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡാണ് കേട്ടോ. ഇത് സ്റ്റാൻഡേർഡ് തിരിഞ്ഞ് മാറ്റുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി കൂടി. സൂചിക്കണവ കിടക്കുന്നുണ്ട്. സൂചിക്കണവ, ഇന്ന് സൂചിക്കണവ എന്നാണ് പറയുന്നത്. അത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് കമ്പനിക്കാർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അവരൊന്ന് തൂക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഹാർബർ മൊത്തം കറുത്ത്. ഇനി കിളി കൂട്ടിയിട്ടിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? കിളി, ചെമ്മീൻ എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും കാറ്റും മഴയും കഴിഞ്ഞ് പോയിട്ട് വന്നവർക്ക് കുറച്ചൊക്കെ മീൻ കിട്ടിയെന്നുള്ളതാണ്. ഇത് 2 സ്ഥലത്തായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോ കുറച്ചും കൂടെ മീൻ കൂടുതൽ വരുമ്പോൾ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. ഓക്കേ.